നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് ആണ്. ചാപ്റ്റർ 6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 6 എന്തായിരുന്നു? സിമിലർ ട്രയാങ്കിൾസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നാം സെക്ഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തായിരുന്നു? ആംഗിൾ ആൻഡ് സൈഡ്സ് എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? രണ്ട് ട്രയാങ്കിളിന്റെ സൈഡ്സുകൾ തന്നു കഴിഞ്ഞാൽ അവിടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഒക്കെ എല്ലാം ഇതായി വന്നു. ആ രണ്ട് ട്രയാങ്കിൾ എന്തായി മാറും? സിമിലർ എന്ന് പറഞ്ഞു അല്ലെ? ആ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കണം അല്ലെ? ഒരു സ്കെയിൽഡ് ബൈ എന്ന ഫാക്ടറിയിലേക്ക് വന്നാൽ മാത്രമേ അത് സിമിലർ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തായിരുന്നു? സൈഡ്സ് ആൻഡ് ആംഗിൾ. ഇതിനു മുമ്പ് പഠിച്ചത് ആംഗിൾസ് ആൻഡ് സൈഡ്സ് ആയിരുന്നു. തിരിച്ചാണ് നമ്മൾ പഠിച്ചത് സൈഡ്സ് ആൻഡ് ആംഗിൾ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് തന്ന കാര്യങ്ങളൊന്ന് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുതിയതായിട്ട് പഠിക്കാൻ പോകാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ രണ്ട് ട്രയാങ്കിൾ നമ്മൾ ഉണ്ടായിരുന്നു. ഏതൊക്കെ ട്രയാങ്കിൾ? ട്രയാങ്കിൾ ABC-യും ട്രയാങ്കിൾ PQR-ഉം. ഈ രണ്ട് ട്രയാങ്കിൾ ഞാൻ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ഞാൻ ആംഗിൾ എഴുതി. ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. ആ 40 ഡിഗ്രി ആരുമായിട്ട് ഈക്വൽ ആണത്? ആംഗിൾ ആറുമായിട്ടാണ് ഈക്വൽ. ഇനി അടുത്ത ആംഗിൾ ബി എടുത്തു. ആംഗിൾ ബി 60 ആണ്. ഇവിടെ 60 വരുന്ന ഇതാണ്. ആരുമായിട്ട് ഈക്വൽ ആണത്? ആംഗിൾ പിയുമായിട്ട്. ഇനി അടുത്ത ആംഗിൾ എടുത്തു, സി ആണ്. ആംഗിൾ സി 80 ആണ്. അത് ആരുമായിട്ട് ഈക്വൽ ആണ്? ആംഗിൾ ക്യൂവുമായിട്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ എന്തായി മാറി? സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സിമിലർ ആണെങ്കിൽ അതിന്റെ റേഷ്യോ കൊണ്ട് നമ്മൾ അറിയാം അല്ലെ? അപ്പൊ ആംഗിൾ എന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് BC ആണ്. റേഷ്യോ ആംഗിൾ ആറിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുമായിട്ട് റേഷ്യോ ചെയ്യും. അപ്പൊ PQമായിട്ട് ഈക്വൽ. ആംഗിൾ ബിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ AC ആണ്. റേഷ്യോ ആംഗിൾ പിക്ക് ഓപ്പോസിറ്റ് വരുന്നത് QR-ഉമായിട്ട് ഈക്വൽ. ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് വരുന്നത് AB ആണ്. റേഷ്യോ ആംഗിൾ Q ന്റെ ഓപ്പോസിറ്റ് വരുന്നത് ആരുമായിട്ടാണ്? PR-ഉമായിട്ട്. നമുക്കറിയാം റേഷ്യോ ഒന്ന് മാറ്റി ചെയ്താണെങ്കിൽ BC by PQ ഈക്വൽ ടു AC by QR ഈക്വൽ ടു AB by PR-ഉമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ആവശ്യമില്ല സൈഡ്സ് ആൻഡ് ആംഗിളിലേക്ക് കടക്കാം. അതിനുവേണ്ടി രണ്ട് ട്രയാങ്കിൾ കണ്ടെത്തും. ഇവിടെ നോക്കുക, ഇവിടെ 10 ആണ്, ഇവിടെ 4 ആണ്, 8 ആണ്. ഇവിടെ 5 ആണ്, 2 ആണ്, 4 ആണ്. ഈ 5 ഇവിടെ 10 ആയിട്ടുണ്ട്, 2 ഇവിടെ 4 ആയിട്ടുണ്ട്, 4 എന്താണ്? 8 ആയിട്ടുണ്ട്. ഇവിടെ സ്കെയിൽഡ് ആയിട്ടുണ്ട്. എത്രയാണ്? 2 ആണ് ഇവിടെ സ്കെയിൽഡ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ രണ്ട് ട്രയാങ്കിളെയും ആംഗിൾസ് എല്ലാം ഈക്വൽ ആകുന്നുണ്ടോ എന്ന് നോക്കുക. എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആകുന്നുണ്ടോ? ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആകുന്നുണ്ടോ? ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആകുന്നുണ്ടോ എന്ന് നോക്കാൻ പോവുക. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് വെച്ച് നോക്കിയാൽ മതി. ഞാൻ ഈ ട്രയാങ്കിളിനെ ഇതിനകത്തോട്ട് വെക്കുക. ഇവിടെ നോക്കുമ്പോ ആദ്യം ഞാൻ ഈ മുകളിലോട്ട് കൊണ്ടുപോയി വെച്ചു. അപ്പൊ എന്താണ്? ആംഗിൾ ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇവിടെ 2-ൽ 4 ആയി, 5-ൽ 10 ആണ്, 4-ൽ 8. അഥവാ ലാർജ് ട്രയാങ്കിളിന്റെ 10-ഉം സ്മോൾ ട്രയാങ്കിളിന്റെ 5-ഉം ആണ്. ഇവിടെ ലാർജ് ട്രയാങ്കിളിന്റെ 4-ഉം സ്മോൾ ട്രയാങ്കിളിന്റെ 2 ആണ്. അപ്പൊ ഈ ആംഗിളും ഇവിടുത്തെ ആംഗിളും ഈക്വൽ ആണ്. അതേപോലെ ഞാൻ താഴോട്ടും കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വരുന്നത് അല്ലെ? ആംഗിൾ ഈക്വൽ ആണ്, സൈഡുകൾ തമ്മിൽ ഡിഫറൻറ് ഉള്ളു. അതേപോലെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവച്ചു. ഇങ്ങോട്ട് കൊണ്ടുവച്ചപ്പോഴും എന്താണ് നമുക്ക് കിട്ടിയത് അല്ലെ? ആംഗിൾ ഈക്വൽ ആണ്, പക്ഷെ സൈഡ്സുകളാണ് എന്തുള്ളത്? ഡിഫറൻറ് ഉള്ളത് അല്ലെ? അപ്പൊ നോക്കുമ്പോ എന്താണ്? ഇവിടെ 2 ആകുമ്പോ ഇവിടെ 4 ആണ്, ഇവിടെ 4-ൽ 8 ആണ്, 5-ൽ 10 ആണ്. അപ്പൊ എന്താണ് അല്ലെ? ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു സ്കെയിൽഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റി അല്ലെ? നമുക്ക് 2-ൽ 4, പക്ഷെ ആംഗിൾസ് എല്ലാം ഈ രണ്ട് ട്രയാങ്കിളെയും എന്താണ്? ഈക്വൽ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന് റിസൾട്ട് പറഞ്ഞൂടെ? അപ്പൊ എന്താ? ആംഗിൾസ് എല്ലാം നമുക്ക് ഈക്വൽ ആകുന്നുണ്ട്. അപ്പൊ കാരണം എന്താ? ഓരോ സൈഡ്സും സ്കെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നതുകൊണ്ട് അവിടെ ആ രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് റിസൾട്ട് പറയാലോ. If the sides of a two triangle are scaled by the same factor, then their angles are same. അപ്പോൾ സ്കെയിൽ ഫാക്ടർ ആണെങ്കിൽ അവിടെ ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും നമുക്കെന്ന് പറയാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകാം. പേജ് നമ്പർ
1 1 2. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യനും കൂടിയാണ്, ചോദിക്കാറുണ്ട്. Draw the triangle with the angles the same as those the triangle shown below and say scaled by 1 1 by 4. അപ്പൊ ഈ 4നെ 1 1 by 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊരു ന്യൂ സൈഡ് കിട്ടും. 6നെ 1 1 by 4 മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ന്യൂ സൈഡ് കിട്ടും. 8നെ 1 1 by 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂ സൈഡ് കിട്ടും. അപ്പൊ 3 സൈഡുകൾ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ 1 1 by 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മിക്സ്ഡ് അല്ലെ, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ അതിനെ സാധാരണ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ സെൻട്രൽ എന്ത് കൊടുത്താൽ മതി? പ്ലസ് ആക്കിയാൽ മതി. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 4 into 1 4 plus 1 divided by 4. 4 plus 1 എത്ര? 5 by 4. അപ്പൊ 4നെ 5 by 4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8നെ 5 by 4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6നെ 5 by 4 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ആദ്യം ഞാൻ 4നെയാണ് 1 by 4 കൊണ്ട് എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 by 4 എന്ന് പറഞ്ഞാൽ 5 by 4. ഒന്നില്ലെങ്കിൽ 4നെ ഈ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യുന്നത് 4 into 5 മൾട്ടിപ്ലൈ ചെയ്യാം. 20 by 4 എത്ര കിട്ടി? 5 ആയിട്ട്. എന്ന് പറഞ്ഞാൽ 4 മാറി ഇപ്പൊ എത്ര കിട്ടി? നമുക്ക് 5 കിട്ടി. ഇനി അടുത്ത് 8 എടുക്കുക. 8 into 1 1 by 4 എന്ന് പറഞ്ഞാൽ 8 into 5 by 4 അല്ലെ? 8ന് 4 2 into 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി 8 into 5 40 divided by 4 എത്ര കിട്ടി? 10. അപ്പൊ 8 മാറി എത്ര കിട്ടി നമുക്ക്? 10 ആയി. ഇനി അടുത്ത് 6 ആണ്. 6 into 1 1 by 4 എന്ന് പറഞ്ഞാൽ 6 into 5 by 4. 6 into 5 30 divided by 4. അപ്പൊ 30യെ ആരും ഡിവിഷൻ നടത്തുക? 4 കൊണ്ട്. അപ്പൊ എന്താണ്? 7 into 4 28 ആണ്. റിമൈൻഡർ 2 ആയി, ഒരു 0 ഇട്ടപ്പോ പോയിന്റ് ഇട്ടു. 5 into 4 എന്ന് പറഞ്ഞാൽ 20. അപ്പൊ എത്ര കിട്ടി? 7.5 കിട്ടി. അപ്പൊ 6 മാറി എന്തായി? 7.5. അപ്പൊ ഈ പുതിയ മെഷർമെന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്താൽ മതി? ഒരു ട്രയാങ്കിൾ വരച്ചാൽ മതി അല്ലെ? അപ്പൊ ഇങ്ങനെ ട്രയാങ്കിൾ വരും. ഇതെന്താവും അല്ലെ? ഇവിടെ 7.5, ഇത് 10, ഇത് എത്ര ആവും? 5 ആവും. കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെ കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? ഒരു 10 സെന്റിമീറ്റർ ഒരു ലൈൻ വരക്കുക. അതിനെന്ത് പേര് കൊടുക്കുക? എ എന്നും ബി എന്നും പേര് കൊടുക്കുക. എന്നിട്ട് അവിടെ 10 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തു. ഇനി കോമ്പസിൽ എന്ത് ചെയ്യുക? ഒരു 7.5 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ബിയിൽ നിന്നൊരു ആർക്ക് വരക്കുക. എവിടേക്ക്? മുകളിലോട്ട് ഒരു ആർക്ക് വരച്ചു. ഇതേപോലെ എന്ത് ചെയ്യുക? 5 സെന്റിമീറ്റർ എടുത്ത് എയിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക. ഈ രണ്ട് ആർക്കുകളും ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് എന്ത് പേര് കൊടുക്കുക? സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ യോജിപ്പിക്കുക. അവിടെ എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തു. അതേപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ യോജിപ്പിക്കുക. അത് എത്ര സെന്റിമീറ്റർ ആണ്? 7.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ള ട്രയാങ്കിൾ എന്തായിരുന്നു? 4 8 6 ആയിരുന്നു. അതിനെ നമ്മൾ മാറ്റിയത് 5 10 7.5 സെന്റിമീറ്റർ ആക്കി മാറ്റി. 4ന്റെ 1 1 by 4 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അതേപോലെ 8ന്റെ 1 1 by 4 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. ഇനി അതേപോലെ 6ന്റെ 1 1 by 4 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ട്രയാങ്കിൾ എ ബി സി വരച്ചത് അല്ലെ? 5 10 7.5 വരച്ചത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? സീ ദി പിക്ചർ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട് അല്ലെ? 6 3 2 4 ഡയഗണൽ 5 അല്ലെ? സബ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് one, draw the quadrilateral with the same angle at this sides are scaled by factor of 1 1 by 2. ഇവിടെ എത്രയാണ് ഫാക്ടർ ചെയ്യുന്നത്? സ്കെയിൽ ചെയ്യുന്നത് 1 1 by 2. നേരത്തെ 1 1 by 4 ആയ സ്ഥാനത്ത് ഇവിടെ 1 1 by 2. Second question, draw a quadrilateral with angles different from this and sides are scaled by a factor of 1 1 by 2. ഇവിടെ ആംഗിൾസ് എല്ലാം ഡിഫറൻസും സൈഡ്സ് സെയിം ആയിരിക്കണം. അങ്ങനെയാണ് കടത്താൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്കെയിൽഡ് ഫാക്ടർ ഓഫ് 1 1 by 2. 1 1 by 2 ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്.
അതിനെ എന്ത് ചെയ്യണം? നോർമലി ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പൊ പ്ലസ് ഇട്ട് കൊടുത്തു. അപ്പൊ 1 പ്ലസ് 1/2 ആയി. ക്രോസ് ആയി 2 into 1 2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 3/2. ഇതിന്റെ ഓരോ സൈഡിനെയും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ. അപ്പൊ 6നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ 6 into 3/2 ഈക്വൽ ടു 6 into 3 18/2 എന്ന് പറഞ്ഞാൽ 9. അപ്പൊ 6 മാറി എത്ര ആയിട്ട്? 9 ആയി. അടുത്ത 5 എടുത്തു. ഈ 5 എന്ന് പറഞ്ഞാൽ ഡയഗണൽ ലെങ്ത് ആണ്. അപ്പൊ 5 into 3/2 5 into 3 എന്ന് പറഞ്ഞാൽ 15/2 15 half എന്ന് പറഞ്ഞാൽ 7.5. അപ്പൊ ഇത് എത്ര കിട്ടി? 7.5 ആണ്. ഇനി അടുത്ത് 3 എടുത്തു. 3 into 1 1/2 എന്ന് പറഞ്ഞാൽ 3 into 3/2 that is 9/2. 9/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5 ആണ്. അപ്പൊ 3 മാറി എന്തായി മാറി? അല്ലെ 4.5 ആണ്. അടുത്ത 2 എടുത്തു. 2 into 1 1/2. അപ്പൊ 2 into 3/2 equal to 2 into 3 6/2 equal to 3. അപ്പൊ 2 സെന്റിമീറ്റർ എന്തായി മാറി? 3 ആയി. ഈ ലാസ്റ്റ് 4 എടുത്തു. 4 into 1/2 എന്തായി? 4 into 3/2 equal to 12/2 that is 6. അപ്പൊ 4 എന്തായി മാറി? അല്ലെ 6 ആയി. ഇതൊരു എന്ത് ചെയ്യാം? ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. അപ്പൊ ആദ്യം 9 സെന്റിമീറ്റർ വരച്ചു, പിന്നെ ഒരു 7.5 വരച്ചു, പിന്നെ എന്ത് ചെയ്തു? 4.5 വരച്ചു, ഇങ്ങോട്ട് ഒരു 3 നീട്ടി വരച്ചു, ഇവിടുന്ന് ഒരു 6 നീട്ടി വരച്ചു. ഇങ്ങനെ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. ഇവിടെ കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രീതിയിൽ വരും. അപ്പൊ ഇങ്ങനെ കറക്റ്റ് വരക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു 9 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരക്കുക. അതിന് എ എന്നും ബി എന്നും പേര് കൊടുക്കുക. അവിടെ 9 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? കോമ്പസിൽ എന്ത് ചെയ്യുക? 4.5 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക? ബിയിൽ നിന്നൊരു ആർക്ക് വരക്കുക. അതേപോലെ എന്ത് ചെയ്യുക? 7.5 സെന്റിമീറ്റർ എടുത്ത് കോമ്പസിൽ എടുത്ത് എയിൽ നിന്നൊരു ആർക്ക് വരക്കുക. ഈ രണ്ട് ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് എന്ത് കൊടുക്കുക? സി എന്ന പേര് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? എയിൽ നിന്ന് എന്ത് ചെയ്യുക? സിയിലേക്ക് ഒരു ലൈൻ യോജിപ്പിക്കുക. അവിടെ എത്ര സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്യുക? 7.5 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്യുക. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ യോജിപ്പിക്കുക. എത്ര സെന്റിമീറ്റർ ആണ്? 4.5 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്യുക. ഇനി കോമ്പസിൽ ഒരു 3 സെന്റിമീറ്റർ എടുത്ത് സിയിൽ നിന്നൊരു ആർക്ക് വരക്കുക. അതേപോലെ എയിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു 6 സെന്റിമീറ്റർ എടുത്ത് കോമ്പസിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക. ഈ രണ്ട് ആർക്കുകളും ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് ഡി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരക്കുക. അത് എത്ര സെന്റിമീറ്റർ ആണ്? 6 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തു. അതേപോലെ സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ യോജിപ്പിക്കുക. അവിടെ എത്ര സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്യുക? 3 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മോട് പറഞ്ഞെന്തായിരുന്നു? ഒരു ക്വാഡ്രിലാറ്ററൽ വരക്കാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? 6 3 2 4 സെന്റിമീറ്റർ ഒരു ക്വാഡ്രിലാറ്ററൽ. അതിന്റെ ഒരു ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരുന്നു. ഇതിന് എത്ര ടൈംസ് നമ്മൾ പറഞ്ഞത്? 1 and 1/2 ആണെന്ന് പറഞ്ഞത് അല്ലെ? 1 and 1/2 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ 6ന്റെ 1 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 9 ആണ്. 3ന്റെ 1 1/2 എന്ന് പറഞ്ഞാൽ 4.5 ആണ്. 2ന്റെ 1 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലെ 3 ആണ്. ഇനി നമുക്കറിയാം 5ന്റെ അല്ലെ ഡയഗണൽ 5 ആണ്. 5ന്റെ 1 1/2 എന്ന് പറഞ്ഞാൽ 7.5 ആണ്. അതേപോലെ 4ന്റെ 1 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ. എന്താണ് ബി ക്വസ്റ്റ്യൻ? അല്ലെ സബ് ക്വസ്റ്റ്യൻ. എന്താണ് സബ് ക്വസ്റ്റ്യൻ? ആംഗിൾസ് എല്ലാം ഡിഫറെന്റ്, സൈഡ്സ് എല്ലാം ഈക്വൽ ആവുകയും വേണം. നമുക്കറിയാം ഈ 6 മാറിയിട്ട് എത്ര ആയിട്ടുണ്ട്? 9 ആയിട്ടുണ്ട് അല്ലെ? നമ്മൾ നേരത്തെ വരച്ചത്. ഇനി എന്താ പറയുന്നത്? ആംഗിൾസ് ഡിഫറെന്റ് ആവുകയും സൈഡ്സ് സെയിം ആയിരിക്കുകയും വേണം. അപ്പൊ ഇവിടെ സൈഡ്സ് സെയിം ആണെന്ന ഇതൊക്കെ നമ്മുടെ സൈഡ്സുകൾ പറയുന്നത്. ഇതിൽ സൈഡ് അല്ലാത്ത ഒറ്റൊന്നേ ഉള്ളൂ. ആരാണ്? ഈ 5 ആയ ഈ ലെങ്ത്, അഥവാ ഇവിടെ പുതിയ വരച്ചതിൽ 7.5. ഇതിന്റെ മെഷർമെന്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഒക്കെ എന്താവും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ 7.5 സെന്റിമീറ്റർ മാറിയിട്ട് എന്താക്കി കൊടുത്താൽ മതി? ഒരു 7 ആക്കി വരച്ചു കഴിഞ്ഞാൽ
എന്താവും? ഇതിന്റെ എല്ലാ ആംഗിൾസും ഡിഫറെന്റ് ആവും. ഈ ക്വാഡ്രിലാറ്ററലിന്റെ സൈഡ്സ് എല്ലാം സെയിം ആവുകയും ചെയ്യും. ഏത് 9 9 തന്നെ 4.5 3 ആവും 6 ആവും. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മള് ആ 7 സെന്റിമീറ്റർ ആക്കി വരച്ചാൽ മതി. ബാക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സൈഡ്സ് നമ്മൾ മാറ്റുന്നില്ല. പക്ഷെ നമ്മൾ സൈഡ്സ് മാറ്റരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഡാംഗിളിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ ഡാംഗിൾ ആണ് മാറ്റുന്നത്. അപ്പൊ 7.5 എന്താക്കിയാൽ 7 ആക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതെങ്ങനെ കറക്റ്റ് വരക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു 9 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരക്കുക. അതിന് AB എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 9 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ബിയിൽ നിന്ന് ഒരു 4.5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തൊരു ആർക്ക് വരച്ചു. ഇനി അടുത്ത എന്ത് ചെയ്യുക? 7 സെന്റിമീറ്റർ എടുത്ത് കോമ്പസിൽ എടുത്ത് എയിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക. അപ്പൊ രണ്ട് ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് എന്ത് കൊടുക്കുക? സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരക്കുക. അവിടെ എത്ര സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്യുക? 7 എന്ന് മാർക്ക് ചെയ്യുക. ഇനി അടുത്തെന്താ? ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരക്കുക. അവിടെ എത്ര മാർക്ക് ചെയ്യുക? 4.5 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്യുക. ഈ കോമ്പസിൽ എന്ത് ചെയ്യുക? ഒരു 3 സെന്റിമീറ്റർ എടുത്ത് സിയിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക. ഈ കോമ്പസ് എന്ത് ചെയ്യുക? എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 6 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് എയിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക. ഈ രണ്ട് ആർക്കുകളും ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് എന്ത് കൊടുക്കുക? ഒരു ഡി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരക്കുക. അവിടെ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. അതേപോലെ സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരക്കുക. അവിടെ എത്ര സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക? 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ് അല്ലെ? ഇതിന്റെ സൈഡ്സ് എല്ലാം സെയിം ആയിരിക്കണം അല്ലെ? 1/2 ടൈംസ് ആയിരിക്കണം എന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ എന്താണ്? ഡിഫറെന്റ് ആംഗിൾസ് ആയിരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഈ AC ആംഗിൾ എന്താക്കി? ഒരു 0.5 കുറച്ചു. അഥവാ 7.5 ഉള്ളത് എത്ര ആക്കിപ്പോ ഞാന്? 7 സെന്റിമീറ്റർ ആക്കി. അങ്ങനെ ആക്കുമ്പോ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇതൊക്കെ എന്തായിരിക്കും? ഡിഫറെന്റ് ആയി മാറും. അപ്പൊ നേരത്തെ നിന്ന് ആകെ ഒരു വ്യത്യാസമുള്ളൂ. ആ AC എന്ന ലെങ്ത് 7.5 എന്തായി മാറിപ്പോ? 7 സെന്റിമീറ്റർ ആയി മാറിയെന്നു. ബാക്കിയൊക്കെ സൈഡ്സ് എല്ലാം സെയിമും ഡിഫറെന്റ് ആംഗിൾ ആയി വന്നു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? The area of a triangle is 6 square centimeter. What is the area of the triangle with the length of the side 4 times those of this? What about the one with the length of side half of this? അപ്പോ 6 സെന്റിമീറ്റർ ഒരു സ്ക്വയറിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ സൈഡ്സ് 4 മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏരിയ എന്തായിരിക്കും? അപ്പൊ 6 into 4 മൾട്ടിപ്പിൾ 4 സ്ക്വയർ. 4 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്. 16 into 6 എന്ന് പറഞ്ഞാൽ 96 ആണ്. അത്രയാണ് അതിന്റെ ഏരിയ വരുന്നത്. അപ്പൊ ഒരു സ്ക്വയർ ഉണ്ട് 6 സെന്റിമീറ്ററിൽ. അതിന്റെ സൈഡ്സ് എന്താണ്? 4 ടൈംസ് ആയി കഴിഞ്ഞാൽ 4 ടൈംസ് 4 into 4 മൾട്ടിപ്പിൾ 4 സ്ക്വയർ ചെയ്യും. സപ്പോസ് എന്താണ്? അതിന്റെ ഹാഫ് ആയി കഴിഞ്ഞാൽ എന്നാണ്. ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ 6 ഉണ്ട്. അതിന്റെ സ്ക്വയർ സൈഡിന്റെ സ്ക്വയർ കൊടുക്കണം. അപ്പൊ 1/2 സ്ക്വയർ. 6 into 1/4 ഈക്വൽ ടു 6/4. 6നെ 4 കൊണ്ട് ഡിവിഷൻ നടക്കുക. 1 റിമൈൻഡർ 2 ആണ്. അപ്പൊ 0.5 ഇട്ടു. ദാറ്റ് ഈസ് 20. അപ്പൊ 1.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ന്യൂ ഏരിയ വരുന്നത്. അപ്പൊ ഒന്നാമത്തെ പറഞ്ഞത് അതിന്റെ 4 ടൈംസ് ആണ് അതിന്റെ സൈഡ് ആയി കഴിഞ്ഞാൽ 4 സ്ക്വയർ ചെയ്തു. രണ്ടാമത്തെ അതിന്റെ ഹാഫ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ 1/2 സ്ക്വയർ. അപ്പൊ 6 into 1/2 സ്ക്വയർ എത്രയാണ്? 1.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ന്യൂ ഏരിയ ആയി വന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്തായി? കംപ്ലീറ്റ് ആയി.